ശബ്ദം തലമുറകളെ സ്പർശിച്ച ഒരു മാധുര്യം. ചില ശബ്ദങ്ങൾ കാലത്തെ മറികടക്കും. ചില ഗാനങ്ങൾ തലമുറകളെ ബന്ധിപ്പിക്കും. ആ ശബ്ദത്തിന് ഒരേ ഒരു പേരേയുള്ളൂ, എസ് ജാനകി. ഭാരതത്തിന്റെ വാനമ്പാടിയും സംഗീതത്തിന്റെ സ്വർണ്ണ ശബ്ദവുമായ മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന പേരാണ് എസ് ജാനകിയുടേത്. ആയിരത്തി 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിൽ ജനിച്ച ജാനകി ചെറുപ്പം മുതൽ സംഗീതത്തോട് അതിയായ പ്രണയം പുലർത്തിയിരുന്നു. സ്വരത്തിലെ മാധുര്യവും കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ട് അവർ ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ നെറുകയിലെത്തി. 1957 മലയാള സിനിമയിലെ അവരുടെ സംഗീതയാത്ര ആരംഭിച്ചത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനത്തിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് ഇന്ത്യൻ സിനിമാ സംഗീതത്തിൻ ചരിത്രത്തിൽ സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതപ്പെട്ട ഒരു മഹത്തായ യാത്രയ്ക്കാണ് അത് വഴിയൊരുക്കിയത്. അതുപോലെ അവരുടെ ആദ്യത്തെ വലിയ സൂപ്പർ ഹിറ്റ് ഗാനം 1963 പുറത്തിറങ്ങിയ മൂടുപടം എന്ന ചിത്രത്തിലെ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ എന്ന ഗാനമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി 10,000-കണക്കിന് ഗാനങ്ങൾ അവർ ആലപിച്ചു. ഓരോ ഗാനവും ഒരു വികാരമായി, ഓരോ സ്വരവും ഒരു ഓർമ്മയായി, ഓരോ ആലാപനവും സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ശാശ്വതമായി പതിഞ്ഞു. പ്രണയം, വിരഹം, ഭക്തി, സന്തോഷം, വാത്സല്യം, മനുഷ്യജീവിതത്തിലെ എല്ലാ വികാരങ്ങൾക്കും ശബ്ദം നൽകിയ ഗായികയായിരുന്നു എസ് ജാനകി. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയും ഒരു അമ്മയുടെ സ്നേഹവും ഒരു പ്രണയിനിയുടെ കാത്തിരിപ്പും ഒരേ ശബ്ദത്തിലൂടെ അവർ അനശ്വരമാക്കി. മലയാള സിനിമയ്ക്ക് അവർ നൽകിയ സംഭാവനകൾ അളവറ്റതാണ്. തലമുറകൾ മാറിയിട്ടും തുമ്പീവ, ശാരികെ, സന്ധ്യ, കണ്ണീരിലെന്റെ, നാഥ നീവരും കാലച്ച് കേൾക്കുവാൻ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. എസ് ജാനകി തന്റെ 6 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ അവസാനമായി പാടിയത് 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലെ അമ്മപ്പൂവിനും താലോലം എന്ന താരാട്ടുപാട്ടാണ്. ഈ ഗാനത്തോടെയാണ് അവർ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്.
നിരവധി ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന അവാർഡുകളും നേടി അവർ സംഗീത ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി. എന്നാൽ ജനങ്ങളുടെ സ്നേഹമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പുരസ്കാരം. 2017 മൈസൂരിൽ നടന്ന തന്റെ അവസാന പൊതുപരിപാടിയിൽ ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് അവർ മലയാള ഗാനങ്ങളും ആലപിച്ചു. സംഗീതത്തോടുള്ള അവരുടെ അർപ്പണ ബോധത്തിന്റെയും മലയാളികളോടുള്ള സ്നേഹത്തിന്റെയും തെളിവായിരുന്നു ആ അവസാന വേദി. എങ്ങനെയാ മാനസ മാതളപ്പൂ മതളപ്പൂ പോലൊരു മനസ്സം ഞാനെന്നു കണ്ടു, അരും കാണാത പൂജോടി ഞാനെന്നു പാടി ശാരികേ എൻ ശാരികേ. ഒരു തലമുറയെ മാത്രമല്ല, നിരവധി തലമുറകളെ സംഗീതം പഠിപ്പിച്ച ശബ്ദം. ഇന്നും പുതിയ ഗായകർക്ക് പ്രചോദനവും സംഗീതാസ്വാദകർക്ക് ഒരിക്കലും മായാത്ത ഓർമ്മയുമാണ് എസ് ജാനകി. 2026 ജൂലൈ 11 അവർ നമ്മെ വിട്ടുപോയെങ്കിലും അവരുടെ ശബ്ദം ഒരിക്കലും മാഞ്ഞു പോകില്ല. ഓരോ ഗാനത്തിലും, ഓരോ ഓർമ്മയിലും, ഓരോ ഹൃദയത്തിലും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒരു യുഗത്തിന്റെ ശബ്ദം നിശബ്ദമായേക്കാം, പക്ഷേ ആ മാധുര്യം ഒരിക്കലും മാഞ്ഞു പോകില്ല. സംഗീതത്തിന്റെ ആ സ്വർണ്ണ ശബ്ദം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.